ഹെയർ കെയർ ഉണ്ടല്ലോ, നിങ്ങൾ ആരും തന്നെ മിസ് ചെയ്യരുത് കേട്ടോ. കാരണം ഇത് അത്രമാത്രം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മുടെ മുടിക്കൊരു മാറ്റം ഈ ഒരു ഹെയർ കെയർ കൊണ്ട് തരുന്നത് കേട്ടോ. ഈ ഒരു മെത്തേഡ് ഞാൻ അറിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ യൂട്യൂബിൽ ഒരു ഡോക്ടറുടെ വീഡിയോ കാണാനിടയായി. ഹിന്ദിയാണ് കേട്ടോ. അതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇത്. ഞാനപ്പോൾ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ അത്രമാത്രം റിസൾട്ടാണ് ഇതിനുള്ളത്. സാധാരണ നമ്മൾ ഹെയർ പാക്കുകൾ, ഹെയർ മാസ്കുകൾ, ഹെയർ ഓയിലൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത് അല്ലേ, ഞാൻ കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. പ്ലീസ്, നിങ്ങൾക്ക് അത്രമാത്രം യൂസ്ഫുൾ ഉള്ളതാണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോ കാണാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് 2 ടേബിൾ സ്പൂൺ ഉലുവയാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി നല്ലപോലെ കഴുകിയിട്ട് തൊലിയൊന്നും കളയണ്ട. തൊലി കളയാതെ തന്നെ ഇതേപോലെ കുഞ്ഞു പീസായിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് എടുക്കുക കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ഒരു 4 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് വെള്ളം ഒഴിക്കാതെ ഇത് നമ്മൾ പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. ഒരു കുഞ്ഞു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു കോട്ടൻ്റെ തുണി എടുക്കുക കേട്ടോ. നമ്മുടെ പഴയ തുണികളൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതെൻ്റെ ഒരു പാൻറ്റിൻ്റെ കഷ്ടാണ് കേട്ടോ, അത് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ച ഈ ഒരു കൂട്ടുണ്ടല്ലോ, നമ്മൾ ഈ തുണിയിൽ വെച്ചിട്ട് നമ്മളിത് കെട്ടി വയ്ക്കുക. കിഴി കെട്ടി വയ്ക്കുക എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതേപോലെ നമ്മൾ കിഴി കെട്ടുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാനിപ്പോൾ എടുക്കണത് മറ്റേ നൂലെൻ്റെ കയ്യിലില്ല, നമ്മുടെ വാഴനാരുണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഞാൻ കിഴി കെട്ടുന്നത്. നിങ്ങൾക്ക് നൂലോ അതല്ലെങ്കിൽ നമ്മുടെ ബാൻഡ് ഉണ്ടാവുമല്ലോ, ബാൻഡ് വെച്ച് കെട്ടിയാലും മതി കേട്ടോ. ഇത് നമ്മൾ എങ്ങനെ കെട്ടിയാലും നല്ല ടൈറ്റായിട്ട് കെട്ടി വയ്ക്കണം. കാരണം ഇതിലെ ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ പുറത്തോട്ട് പോകാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഞാനിത് 4 കിഴികളായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, 4 കിഴിയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ വേണം നിങ്ങൾ കെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഒരു കുപ്പിയിലാണ് വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ബോട്ടിലാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ ഈ കിഴികളുണ്ടല്ലോ ഈ എണ്ണയിലോട്ട് ഇറങ്ങണം, അത്രയും മാത്രം മതി കേട്ടോ. എണ്ണ കൂടുതലും വേണ്ട, ഒരുപാട് കുറഞ്ഞും പോവരുത് കേട്ടോ. എന്നിട്ട് ഈ ഒരു വെളിച്ചെണ്ണയിലോട്ട് നമ്മൾ കിഴി കെട്ടി വെച്ചതുണ്ടല്ലോ ഓരോന്നായിട്ട് ആ വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് വയ്ക്കുക. ഇട്ട് വെച്ച് നമ്മളിത് അടച്ച് വെക്കുക കേട്ടോ. ഇത് ഇട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും തന്നെ, ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തന്നെ ശരിക്കും പറഞ്ഞാൽ എണ്ണയുടെ കളറ് മാറി വരും. അപ്പോൾ നമ്മൾ സാധാരണ എണ്ണ കാച്ചുമ്പോഴൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ തിളച്ച എണ്ണയിലാണ് നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കുന്നത് അല്ലേ. അത് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസിൻ്റെ ഗുണം തന്നെ, നമ്മുടെ ഇഞ്ചിയൊക്കെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ കിഴികെട്ടി എണ്ണയിലോട്ട് ഇറക്കുന്ന സമയത്ത് ഈ ഇൻഗ്രീഡിയൻസിൻ്റെ ഗുണങ്ങളൊക്കെ തന്നെ അത് സാവധാനം ഇങ്ങനെ ലയിച്ച് നമ്മുടെ എണ്ണയിലോട്ട് ചേരുന്ന സമയത്ത് അത്രമാത്രം റിസൾട്ട് ഉണ്ട്. അത് അത്രമാത്രം പവർഫുള്ളായി മാറുന്നതാണ് ആ ഡോക്ടർ പറയണത്. അത് ശരിക്കും പറഞ്ഞാൽ സത്യമാണ്. നമുക്കും അറിയില്ല, നമ്മളും ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്കും ഓരോ തിരിച്ചറിവ് വരിക എന്നുള്ളത് സത്യം തന്നെയാണ് കേട്ടോ. ഇനി ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ കിഴി ഇതിൽ നിന്ന് എടുത്ത് കളയാൻ പാടില്ല കേട്ടോ. കാരണം ഈ കിഴി നമ്മുടെ എണ്ണയിൽ തന്നെ കിടന്ന് ഇങ്ങനെ ദിവസങ്ങൾ കൂടുന്തോറും ഇതിൻ്റെ ഗുണം കൂടി വരും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇന്നിട്ട് വെച്ച് പിറ്റേ ദിവസം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ഈ ഒരു കിഴിയോടുക്കിനെ തന്നെ, നമ്മൾ കയ്യിലല്ല എണ്ണ ഉപയോഗിക്കുന്നത്, ഈ കിഴി വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ സ്കാൽപ്പിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ നെറ്റ് കയറിയിട്ടുണ്ട്, പാച്ചസ് ആയിട്ടുണ്ട്, അതേപോലെ തന്നെ ഇങ്ങനെ വകച്ചിലെടുക്കുന്ന സമയത്ത് ഗ്യാപ്പായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, തിക്നെസ് ഇല്ല മുടിക്ക്, അതുകൊണ്ട് നല്ലപോലെ ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും എല്ലാവരുടെയും പ്രശ്നം. അങ്ങനെയുള്ള ഭാഗത്ത് ഈ ഒരു കിഴി വെച്ച് ജസ്റ്റ് ഒരു പ്രഷർ കൊടുത്ത് നിങ്ങൾ നല്ലപോലെ മസാജ് ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഗുണങ്ങൾ നേരിട്ട് നമ്മുടെ മുടിവേരുകൾക്കുള്ളിലോട്ട് പോയി നമ്മുടെ മുടിവേരിനെ നല്ലതുപോലെ പോഷിപ്പിക്കാൻ, നല്ലതുപോലെ ഹെൽത്തി ആയിട്ട് മാറ്റാനും അവിടെ പുതിയ മുടികൾ കിളിർത്ത് വളരാനും തുടങ്ങും. അപ്പോൾ നമ്മുടെ മുടിയുടെ ബേസ്, മുടിയുടെ അടിത്തറ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഹെയർ ഓയിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ടെക്നിക്കൽ പരമായിട്ടുള്ളൊരു മാജിക്കൽ ഹെയർ ഓയിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ മുടിയെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല. മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറാനും മുടിക്ക് ഉള്ളു വയ്ക്കാനും ഒക്കെ ഇത് നിങ്ങളെ സഹായിക്കും. ഇത് നിങ്ങൾ ആഴ്ചയിൽ, ഇത് മുടി വളരുമല്ലോ എന്ന് വിചാരിച്ച് ഡെയിലിയും ഉപയോഗിക്കരുത്. ആഴ്ചയിൽ 1-2 തവണ മാത്രം നിങ്ങളിത് ഉപയോഗിക്കുക. ഈ ഒരു എണ്ണ വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ വെച്ചിട്ട് സാധാ ഷാമ്പൂട്ട് കഴുകുന്നത് പോലെ
നിങ്ങൾ കഴുകിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൻ്റെ 9ാമത്തെ വീഡിയോ ആണിത്. 9ാമത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ സെക്കൻഡ് വീക്കിലോട്ട് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം ചെയ്ത ഹെയർ ഓയിൽ റുട്ടീനാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിനാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു ഹെയർ ഓയിൽ പരിചയപ്പെടുത്തിയത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇതുണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഈ കിഴി കളയേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ കിഴി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എണ്ണയിൽ തന്നെ ഇട്ട് വെക്കുക കേട്ടോ. ഇത് കഴിയുമ്പോൾ മാത്രം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എൻ്റെ അടുത്ത് ചോദിക്കാം. നിങ്ങൾ ഓരോരുത്തർക്കുള്ള റീപ്ലൈ ഞാൻ ഉറപ്പായിട്ടും തരും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂടാ. ഇത് അത്രമാത്രം എഫക്റ്റീവാണ് കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.